നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മളിപ്പോൾ അൽ ഷാർജയിൽ നസ്രിയ മെയ്സലൂൺ എന്ന് പറയുന്ന ഒരു മനോഹരമായ പ്രദേശത്തെ ഒരു മനോഹരമായ വില്ലയ്ക്കുള്ളിലാണ്. ഇവിടെ താമസിക്കുന്നത് ശ്രീ എം കെ ഗോപാൽ ആൻഡ് ഫാമിലി. കേരളത്തിൽ പാലക്കാട് സ്വദേശിയാണ്. കൂടുതൽ വിശേഷങ്ങൾ പാലക്കാടിനെ കുറിച്ചും ഈ നാടിനെ കുറിച്ചും ഒക്കെ പറയാൻ കുറേ വിശേഷങ്ങൾ ഇവിടെ കാഴ്ചയിലുണ്ട്, അവരിൽ നിന്ന് അറിയാനുമുണ്ട്. നമുക്ക് അതൊക്കെ നേരിട്ട് സാറിൽ നിന്ന് തന്നെ അറിയാം. സാർ, സ്വാഗതം ഞങ്ങളുടെ ഷോയിലേക്ക്. താങ്ക് യു. 23 വർഷമായി മെസോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ ജാപ്പനീസ് കമ്പനി ബിലോങ്സ് ടു സുമിറ്റോമോ കോർപ്പറേഷൻ എന്ന് പറയും. ജപ്പാനിൽ ഒരു സെക്കൻഡ് ഓർ തേർഡ് ലാർജസ്റ്റ് കമ്പനിയാണ് സുമിറ്റോമോ കോർപ്പറേഷൻ. അതിന്റെ ഒരു സബ്സിഡറിയാണ്. പാലക്കാട് സാർ ജനിച്ചു വളർന്ന ഗ്രാമത്തിന് ചില പ്രത്യേകത? അല്ല, ഞങ്ങൾ ആക്ച്വലി ഐ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ തൃശ്ശൂർ. ഞാൻ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ശോഭ സിറ്റിയിലാണ്, തൃശ്ശൂരിൽ. പക്ഷേ എൻ്റെ നേറ്റീവ് പ്ലേസ് ആക്ച്വലി ഞങ്ങളുടെ ആൻസസ്റ്റേഴ്സ് പ്ലേസ്, നമ്മുടെ തറവാട് മേലാർകോട് എന്ന് പറയുന്നത് വെച്ചാൽ ആലത്തൂരിൻ്റെയും ചിറ്റ്ലഞ്ചേരിയുടെ ഇടയിൽ ഒരു കുഗ്രാമം, ഒരു നല്ലൊരു ഗണപതി അമ്പലം. ഞങ്ങളുടെ ഗ്രാമം 400-500 വർഷത്തിന് മുകളിലായി. ഇപ്പോൾ ഒരു 19-20 വീടുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന വീടുകൾ. പിന്നെ അവരൊക്കെ ഇപ്പോൾ കുറേ മൈഗ്രേറ്റ് ചെയ്തു. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി സറൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ ഈ ഗ്രാമത്തിലുള്ള കൃഷി ചെയ്തുകൊണ്ടിരുന്നവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ കുടുംബങ്ങൾ. ഇപ്പോഴും ബസ് ഇറങ്ങി ഒരു 2.5 കിലോമീറ്റർ നടക്കണം ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരണമെങ്കിൽ. ആ സാനിറ്റിറ്റി ഞങ്ങൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അമ്പലത്തിൽ കുംഭാഭിഷേകമൊക്കെ ആയിരുന്നു കഴിഞ്ഞ മെയ് മാസം. പാലക്കാട് കുറിച്ച് പറയുമ്പോൾ നെന്മാറ വേലയും അതെ കുറെ തെയ്യങ്ങളും അങ്ങനെ കുറെ പാലക്കാട് ക്ഷേത്ര ആചാരങ്ങൾക്ക് പ്രസിദ്ധമാണ്. കൃഷി പോലെ. അതെ. ഒരു പ്രവാസിയാകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് സാർ? സാമ്പത്തികം മെയിനായിട്ട് അതാണ്. കാരണം ഞങ്ങൾ ഫാദർ ഒരു കൃഷി കുടുംബത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ 80s ബിസിനസ് പൊളിഞ്ഞു. പിന്നെ വി ഹാഡ് ലോട്ട് ഓഫ് ലയബിലിറ്റീസ്. ചേട്ടൻ ബാങ്കിൽ, ഞങ്ങൾ 4 ബ്രദേഴ്സ് ആൻഡ് 1 സിസ്റ്റർ. അമ്മ ടീച്ചറായിരുന്നു. അമ്മ തൃശ്ശൂരിൽ ഹരിശ്രീ വിദ്യാനിധി എന്ന് പറയും, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്കൂളിൽ റിട്ടയർ ആയ അമ്മ ഈസ് അറൌണ്ട് 76 years old. അപ്പോൾ അന്നത്തെ കടബാധ്യതകളായിരുന്നു. പിന്നെ വലിയൊരു നല്ലൊരു മനുഷ്യൻ, ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഇവിടെ കുഞ്ഞിരാമൻ എന്ന് പറയും ആളാണ് എനിക്ക് വിസ തന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ദെൻ ഇറ്റ് വാസ് എ ലോങ് ജേർണി. പ്രാരാബ്ധം ആണ് ഇവിടേക്ക് എത്തിച്ചതെന്ന് സാർ പറഞ്ഞു. പക്ഷേ പ്രാരാബ്ധമൊക്കെ മാറി സമ്പന്നനായെന്ന് വേണമെങ്കിൽ പറയാം. സമ്പന്നത എന്ന് പറയുന്നത് നമ്മൾ മാത്രം ഉണ്ടാക്കുന്നതല്ലല്ലോ സമ്പന്നത. നമ്മൾ വാട്ട് വി ഡിഡ് ഫോർ അതേഴ്സ് എന്നുള്ളതും കൂടിയും അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി. അതിൽ നോക്കുമ്പോൾ എനിക്കിങ്ങനെ ഇതേ ജപ്പനീസ് കമ്പനിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് മുതൽ എനിക്ക് 10-35 ഫാമിലീസിനെ കൊണ്ടുവരാൻ പറ്റി. കുറേ കുടുംബങ്ങളെ മുമ്പ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതിലെൻ്റെ മകൻ ഒരാളാണ്. നന്നായിരിക്കുന്നുണ്ട് കുടുംബത്തോടെ. ഞാൻ 5 വർഷമായി ഇപ്പോൾ ഇവിടെ സാറിൻ്റെ സ്ഥിരമുള്ള ഇവിടെ ഡ്രൈവറാണ്. ഫാമിലിക്ക് ഒരു നല്ല ഗുണമായിക്കോട്ടെ എന്ന് പറഞ്ഞ് ചേട്ടനെ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ കൊച്ചു ഗ്രാമത്തിൽ ഞങ്ങളുടെ ഗ്രാമം മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാമിലീസിന് ഓരോ മെമ്പേഴ്സ്. ഇപ്പോഴും ഞങ്ങൾ അമ്പലത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഗ്രാമത്തിൽ ഉള്ള അന്തേവാസികൾക്ക് വേണ്ടി ജോലിക്ക് പോവുക, അല്ലെങ്കിൽ അവരുടെ പറമ്പിൽ കളിക്കാൻ പോവുക, ആ കുടുംബങ്ങളൊന്നും അഭിവൃദ്ധി വന്നില്ല. അപ്പോൾ എനിക്കിതൊരു ടാർഗറ്റായിരുന്നു. കാരണം എൻ്റെ ഡാഡ് ഇവിടെ വന്നപ്പോൾ 1998. അപ്പോൾ ഫാദർ അത് വളരെയധികം ഇൻസിസ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ 4 generations. ഇതിപ്പോൾ ഒരു ദിവസമോ ഒരു വർഷമോ ചെയ്യണവരല്ല, എത്രയോ വർഷങ്ങളായിട്ട് ഇത് നമ്മുടെ കടമയാണെന്ന് വിചാരിച്ച് അവർ ആ ഗ്രാമത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അപ്പം അങ്ങനത്തെ കുടുംബങ്ങളിൽ നിന്ന് ഓരോ വീട്ടിൽ നിന്നും ഓരോ വ്യക്തികളെ എനിക്ക് കൊണ്ടുവരാൻ പറ്റി. ഐ വുഡ് കൺസിഡർ ഇന്ന് എനിക്ക് ബാങ്ക് ബാലൻസിനുകളും ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ്. ഞാൻ പേഴ്സണലായിട്ട് എല്ലാവർക്കും ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, എനിക്കത് വളരെ ഒരു സംതൃപ്തി തരുന്നൊരു സാധനം. ഓക്കെ, ഞാനിനി കുട്ടികളെ ഒക്കെ ഒന്ന് പറയാം. മോള് ഗഗന. എന്താ പേരിന്റെ അർത്ഥം എന്നറിയാമോ? ഗുഡ്. അറിയാം. പല കുട്ടികൾക്ക് പേര് സ്വന്തമായിട്ട് ചുമന്നുകൊണ്ട് നടക്കുന്നല്ലാണ്ട് മീനിങ് അറിയത്തില്ല. ഓക്കെ. സ്വിമ്മിങ്ങിലൊക്കെ താല്പര്യമുണ്ടല്ലേ? ആരാണ് ഗുരു? ഫസ്റ്റ് അച്ഛനും, സെക്കൻഡ് ഫ്രാൻസിസ്. നാട്ടിൽ പോകുമ്പോഴൊക്കെ പുഴകളുണ്ടോ? അവിടെ നീന്താലോ? അവിടെ നീന്തിയിട്ടുണ്ടോ? ഇഷ്ടമാണോ? അവിടെ എന്താ ഇഷ്ടം? പാലക്കാട് പോകുമ്പോ, നാട്ടിൽ പോകുമ്പോ എന്താണ് ഇഷ്ടം? അവിടെ കുളമിലൊക്കെ നീന്താൻ ഇഷ്ടമാണ്. ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? 7th. ഏത് സ്കൂള്?
ഡൽഹി പ്രൈവറ്റ് സ്കൂൾ ഷാർജ. ഷാർജയിൽ തന്നെയാണ്, ഡൽഹി പ്രൈവറ്റ് സ്കൂൾ അല്ലേ? മാഡം ടീച്ചറാണെന്ന് പറഞ്ഞു. മോനടുത്ത് പോവാം, മോനും കൂടെ കഴിഞ്ഞിട്ട് വരാം അല്ലേ? ഗൗതം, ഞാനിവിടെ ഒന്ന് പേര് വിളിക്കുന്ന കേട്ടു, ഞാനങ്ങ് പഠിച്ചു. ഏത് സ്റ്റാൻഡേർഡാ? ഞാൻ 8th പഠിക്കുന്നത്, ഡൽഹി പ്രൈവറ്റ് സ്കൂൾ ഷാർജ, സെയിം സ്കൂളിൽ. എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി? എൻ്റെ മെയിൻ സ്പോർട്സ് ആണ്. ശരിക്കും എനിക്ക് 3 സ്പോർട്സ് ആണ് മെയിൻ: ക്രിക്കറ്റ്, ബാഡ്മിന്റണും സ്വിമ്മിങ്. ഗെയിമിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലേ? ക്രിക്കറ്റിൽ ബാറ്റ്സ്മാനോ ബൗളറോ? ഓൾറൗണ്ടറാണ്. മാഡം, നമുക്ക് സംസാരിക്കാം. പാലക്കാട് തന്നെയാണോ നാട്? അല്ല, ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ്. ഓക്കെ. മലയാളം പഠിച്ചു, കല്യാണം കഴിച്ചിട്ടുണ്ട്. എങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടാണ് മലയാളം പഠിച്ചത്. മലയാളം പഠിച്ചത്. പേര് ഗീത. ഗീത. ഓക്കെ. ബാംഗ്ലൂർ എവിടെയാണ്? രാജാജി നഗർ. വിവാഹം കഴിഞ്ഞിട്ട് 17 years ആയി. 17 years ആയി. അപ്പൊ 17 yearsന്റെ മലയാള ഭാഷാ പരിചയമേ ഉള്ളൂ. അതെ. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, വീട്ടിൽ തന്നെയാ. ഇവിടെ നിങ്ങൾ 4 പേര് കൂടെ വേറൊരു മെമ്പർ കൂടെ ഉണ്ടല്ലേ, ജെറി? അതെ. ജെറിയുടെ വിശേഷങ്ങൾ എന്താണ് പറയാനുള്ളത്? ജെറി ഞങ്ങളുടെ അടുത്ത് വന്നിപ്പോൾ 2 വർഷമായി. റഷ്യയിൽ ജനിച്ച ജെറിയാണ്. ബട്ട് കോൾ ജെറി. ജെറി ഇപ്പം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ 2.5 വർഷമായി. ജെറിക്ക് 5 കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞ വർഷം. അതപ്പോൾ ജെറിക്ക് വലിയൊരു ഫാമിലി ഉണ്ട് ഇവിടെ ദുബായിൽ. മാഡത്തിന് ജെറിയെ കുറിച്ച് കുറച്ചുകൂടെ പറയാൻ കഴിയും, കാരണം മാഡം പറയുന്നതാണ് കൂടുതൽ അനുസരിക്കുന്നത് ഞാൻ കണ്ടത്. എന്റെ ഒപ്പം അല്ലേ എപ്പോഴും? അതെ. ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ എന്താണ്? എന്തൊക്കെ അനുസരിക്കും? ക്ഷയിക്കാൻ തരും, ഡോറ് അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കും, അടച്ചിട്ട് വരും. പക്ഷെ എന്ത് ചെയ്താലും അപ്പൊ ബിസ്ക്കറ്റ് കൊടുക്കണം, റിവാർഡ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. പിന്നെ സ്റ്റാച്യു ചെയ്യും, അനങ്ങാണ്ട് കിടക്കും. ജെറി ഇഷ്ടമാണല്ലേ? ഇടയ്ക്ക് കളിക്കാറുണ്ടോ നിങ്ങൾ? കളിപ്പിക്കാറുണ്ടോ? Very often. She listens. നമ്മൾ പറയുന്നത്. ശരി, ഞാൻ പറയുന്നത് പോലെ പറയാൻ പറ്റുമോ? ട്രൈ ചെയ്യാം. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്തു തത്ത പച്ച. ഓക്കെ, അതിന് കറക്റ്റ് ആയിട്ടൊന്ന് പറയൂ. 10 തത്ത ചത്തു, ചത്തു തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത് തത്ത പച്ച. ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത് പത്ത. അങ്ങനെ മിസ്റ്റേക്ക് പറയുന്നു. 10 തത്ത ചത്തു, ചത്ത് തത്ത പച്ച. ഓക്കെ. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത പച്ച. ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ഇപ്പൊ നമ്മള് ഈ നാടിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഈ നഗരത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമുക്കൊന്ന് നഗരം കാണാൻ ഇറങ്ങണം. ಇವೆಲ್ಲ ಬಂದು ತುಂಬಾ ಸಂತೋಷ ನಮಗೆ. ತುಂಬಾ ಸಂತೋಷ. ತುಂಬಾ ಸಂತೋಷ. ತುಂಬಾ പറഞ്ഞാൽ വളരെ കൂടുതൽ. ഞങ്ങൾക്കും തുമ്പ സന്തോഷം. താങ്ക് യു. നമ്മളിപ്പോൾ പോണത് വി ആർ ഹെഡിങ് ടുവേർഡ്സ് കുവൈറ്റ് ഹോസ്പിറ്റൽ. വളരെ ഫേമസ് ആയിട്ടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലാണത്. മെയിനായിട്ട് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യണതിൻ്റെ റീസൺ, വി ആർ ഇൻ ദ സിറ്റി, ബട്ട് പെട്ടെന്ന് നമുക്ക് പുറത്തു പോകാനും പറ്റും. അങ്ങനെ മെമറേറ്റ്സ് റോഡും ബൈപ്പാസ് റോഡൊക്കെ പറഞ്ഞ ഒരു 2 minutes ഡ്രൈവ്. അതേമാതിരി കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ പോയിട്ട് വരാനുള്ള ആക്സസിബിലിറ്റി കുറച്ചുകൂടെ ഈസിയാണ്. പിന്നെ ഷാർജ കുറച്ചുകൂടെ ഒരു തിരക്കില്ലാത്ത നല്ലൊരു സ്ഥലമാണ് ഫാമിലീസിന്. ഇതാണ് കുവൈറ്റ് ഹോസ്പിറ്റൽ. ഷാർജ ഈസ് നോൺ ആസ് എ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് UAE. നമ്മളിപ്പോൾ 23 വർഷമായി ഇവിടെ വന്നിട്ട് പ്രാക്ടിക്കലായിട്ട് പറയണം, നമ്മുടെ നാട്ടിൽ എന്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടായെന്ന് ചോദിച്ചാൽ വളരെ വേദനയുള്ള സംഭവമാണ്. സോ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് നാട്ടിൽ നിന്ന് വന്നത്. ഞാൻ പോയിട്ട് എൻ്റെ ലാൻഡിൻ്റെ ടാക്സ് അടയ്ക്കാൻ പോയപ്പോൾ ലെഡ്ജർ ബുക്കിൽ ഇപ്പോഴും പോസ്റ്റിംഗ് ഒക്കെ നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വരി
പെൻസിലെടുത്തു, പേനയെടുത്തു, റെസീറ്റ് ഉണ്ടാക്കി, ലെഡ്ജർ എടുത്തു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഒരു ഫയർ ഇൻസിഡൻറ്റ് വന്ന് ഈ സാധനങ്ങളൊക്കെ കത്തിപ്പോയി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത്, ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പ്രൊഫഷണൽസ് പുറത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു 2% അവർ യൂസ് ചെയ്താൽ മതി. ആ പ്രൊഫഷണൽസിനെ കൊണ്ട് നമ്മുടെ നാട് ഇപ്പോഴും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടില്ല. ഇറ്റ്സ് വെരി പാത്തറ്റിക്. ഇപ്പം നമ്മുടെ നേതാക്കന്മാർ ഇവിടെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഒരുമാതിരി നേതാക്കന്മാർ ഇവിടെ വരും, ഹോളിഡേ ആയിട്ടും വരുന്നുണ്ട്, അവർ ഒഫീഷ്യലായിട്ട് വരുന്നുണ്ട്. ബട്ട് പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോളിറ്റിക്സ് എന്നുള്ളത് കമേഴ്ഷ്യലൈസ് ചെയ്തത്. ഇറ്റ് ഈസ് ബിക്കം എ ജോബ് ലൈക്ക് എനിത്തിങ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള, എനിക്ക് തോന്നുന്നത് ഒരുമാതിരി ആൾക്കാരൊക്കെ നമ്മൾക്കത് വേദന കൊണ്ട് പറഞ്ഞു പോണതാണ്. ഈ റൗണ്ട് അബൌട്ട് പേര് ഫയർ സ്റ്റേഷൻ റൗണ്ട് അബൌട്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ഫയർ സ്റ്റേഷൻ. നമ്മുടെ വീട്ടിൽ നിന്ന് 1.5-2 കിലോമീറ്റർ ഉള്ളൂ അജ്മാൻ ബീച്ച്. ഇത് റോള ഏരിയ എന്ന് പറയും. സപ്പോസ് ടു ബി ദ ഓൾഡസ്റ്റ് ടൗൺ ഓഫ് ഷാർജ. ഇത് പാലസ് റോഡ്. ഇതാണ് ഷാർജ പാലസ്. ഷെയ്ഖ് അൽ കാസ്മി ഇവിടെ താമസിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് എത്ര കൊല്ലമായി അതിൻ്റെ ബാക്കിൽ നടക്കുന്ന ആൾക്കാർ. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? നമ്മൾക്ക് കാണുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു റിസോഴ്സസ് ഇവിടെ ഇല്ല, എക്സെപ്റ്റ് ഓയിൽ എന്നുള്ളത് ഒഴിച്ച് ഒന്നുമില്ല. എവറിത്തിങ് ഈസ് ഇമ്പോർട്ടഡ്. എല്ലാ സാധനവും പുറമേക്ക് ഡിപ്പെൻഡ് ചെയ്യണം. എന്നിട്ടും അവർ ആർ ഏബിൾ ടു ഡു. ആൻഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പം ഞാനൊക്കെ വന്നിട്ട് എനിക്ക് 23 വർഷം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നോ റിഗ്രറ്റ്സ്. ലൈഫിൽ ഒരിക്കൽ പോലും ഇപ്പോൾ നമ്മുടെ സെലിബ്രേഷൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഓണം എന്ന് വെച്ചാൽ ഞങ്ങളൊരു 6 മാസം ഓണം, അപ്പോൾ ഞങ്ങൾക്ക് ദീപാവലി വരും, ഇല്ലെങ്കിൽ ക്രിസ്മസ് വരും, തൃശ്ശൂർ പൂരം പോലും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങളിപ്പോൾ ഭജൻസിനൊക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. കുറേ യങ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പുതിയ ആർട്ടിസ്റ്റുകൾ എല്ലാ വർഷവും 2-3 ട്രൂപ്പിനെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ജാനുവരി 31 കൊണ്ടുവരുന്നുണ്ട്. നൂർണി എന്നുള്ള ഗ്രാമത്തിൽ നിന്ന്, പാലക്കാട് നിന്ന് ഒരു കൊച്ചുകുട്ടികൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് ശരിക്കും റൂളേഴ്സിന് സമ്മതിച്ചേ പറ്റുള്ളൂ. ലൈക്ക് അവരത്രയും ലിബറൽ ആയതുകൊണ്ടാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വാസ്കോ ഡ ഗാമ മിഡിൽ ഈസ്റ്റിൽ വന്നിട്ട് ഇവിടുന്ന് അൽ മജീദ് എന്ന് പറഞ്ഞിട്ട് ആളാണെന്ന് പറയണത്. ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് കുറേ ബന്ധമുള്ളൊരു കൺട്രി അല്ലേ ഇത്. പണ്ട് ഇവിടെയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ അറിവാണ്, ഈ ലോഞ്ചിലൊക്കെ വന്നിറങ്ങാറ് കൂടുതലും കോർഫക്കാൻ അല്ലെങ്കിൽ ഷാർജ ഏരിയയിലായിരുന്നു. അന്ന് ദുബായിലില്ല. ദുബായിൽ, അബുദാബിയിലൊക്കെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ അബുദാബിയിൽ വന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവുള്ളൂ. മോസ്റ്റ്ലി ദുബായിലും ഷാർജയിലായിരുന്നു.